ടോട്ടൽ പ്രഷർ ഒബ്സർവ്ഡ് ബൈ മിക്സിംഗ് 2 ലിക്വിഡ്സ്. അപ്പോൾ 2 ലിക്വിഡ്സ് ഒരുമിച്ച് മിക്സ് ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ പ്രഷർ 350. അപ്പോൾ നമുക്കറിയാം എങ്ങനെ ടോട്ടൽ പ്രഷർ എങ്ങനെ നടത്താൻ പി നോട്ട് എ ഇൻറ്റു കൈ എ. അപ്പോൾ അവിടെ വന്നിട്ട് മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 0.7 ആയിരുന്നു. വെൻ ദെയർ മോൾ ഫ്രാക്ഷൻസ് ആർ 0.7 ആൻഡ് 0.3. ഓക്കെ ശരി, 0.7 അടുത്തത് എന്താ പി നോട്ട് ബി, അത് തന്നിട്ടില്ല. 0.3 അടുത്തതെന്ന് വെച്ചാൽ ദ ടോട്ടൽ പ്രഷർ ബിക്കംസ് 410 ആണ്. അടുത്ത 410 ആവുന്നുണ്ട്. വെൻ ദെയർ മോൾ ഫ്രാക്ഷൻസ് ആർ ചേഞ്ച് ടു 0.2 ആൻഡ് 0.8. എന്താ കണ്ടെത്താൻ പറയുന്നത്? എന്താ കണ്ടെത്താൻ? കൺസിഡർ ദ ലിക്വിഡ് സൊല്യൂഷൻ. ഓക്കെ, വേപ്പർ പ്രഷർ ഓക്കെ പി നോട്ട് എ ആണ് കണ്ടെത്താൻ പറയുന്നത്. എന്താണ് 2 ഇക്വേഷൻസ്, 2 അൺനോൺസ് സുഖമായിട്ട് സോൾവ് ചെയ്യാം അല്ലേ? സോൾവ് ചെയ്യാൻ എത്ര തന്നെ. അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കുക. വേപ്പർ പ്രഷർ ഓഫ് 2 വോൾട്ടൈൽ ലിക്വിഡ്സ് എ ആൻഡ് ബി ആർ 50 ആൻഡ് 100 ടോർ റെസ്പെക്റ്റീവ്ലി. ഓക്കെ ശരി. അപ്പോൾ എന്താണ് പറയുന്നത്? പി നോട്ട് എ തന്നിട്ടുണ്ട്, എത്രയാ 50 തന്നിട്ടുണ്ട്. പി നോട്ട് ബി തന്നിട്ടുണ്ട്, എത്രയാ 100 തന്നിട്ടുണ്ട്. ഓക്കെ, ഇഫ് ദ ലിക്വിഡ് മിക്സ്ചർ കണ്ടെയ്ൻസ് 0.3 മോൾ ഫ്രാക്ഷൻ ഓഫ് എ ദെൻ ദി ടോട്ടൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ലിക്വിഡ് ബി ഇൻ വേപ്പർ ഫേസ്. ദാറ്റ് മീൻസ് വൈ ഓഫ് ബി ആണ് കണ്ടെത്താൻ പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ തന്നെ അറിയാം. എന്താ വെച്ചാൽ ബിയുടെ കമ്പോസിഷൻ ഇൻ ദി വേപ്പർ ഫേസ് ആണ്. അപ്പോൾ എന്താണ് പി ഓഫ് എ, സോറി പി ഓഫ് ബി, എ അല്ല, പി ഓഫ് ബി ഡിവൈഡഡ് ബൈ ടോട്ടൽ വേപ്പർ പ്രഷർ അല്ലേ, പി ടോട്ടൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് പി ഓഫ് ബി തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. ഐ മീൻ പി ഓഫ് ബി എന്നല്ല, പി നോട്ട് ബി, ദാറ്റ് ഈസ് 100 ഇൻറ്റു കൈ ബി. കൈ ബിയുടെ വാല്യൂ എത്രയാണ് തന്നിട്ടുള്ളത്? ലിക്വിഡ് മിക്സ്ചർ ആസ് കണ്ടെയ്ൻ 0.3 മോൾ ഫ്രാക്ഷൻ ഓഫ് എ. ലിക്വിഡ് മിക്സ്ചർ 0.3 മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഉണ്ടെങ്കിൽ എത്ര മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഉണ്ടാവും? അതിന് 1 എന്ന് മൈനസ് ചെയ്യുക, ദാറ്റ് മീൻസ് 0.7 ഉണ്ട്. ഓക്കെ, ഹോൾ ഡിവൈഡ് ബൈ ടോട്ടൽ വേപ്പർ പ്രഷർ, ദാറ്റ് ഈസ് ഐ കുഡ് സേ 50 ഇൻറ്റു 0.3 പ്ലസ് 100 ഇൻറ്റു 0.7, that is equal to 770 ഡിവൈഡഡ് ബൈ 15 അല്ല 150 ആണ് വേണ്ടത്. ഒരെണ്ണം കുറച്ചപ്പോൾ 15 പ്ലസ് 770 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 70 ഡിവൈഡഡ് ബൈ 85 എന്ന രീതിയിൽ വരും. അത് എങ്ങനെയാണ് എഴുതാന്ന് വെച്ചാൽ റേഷ്യോ എന്താണ് പരമാവധി ക്യാൻസലായിട്ട് വരുമ്പോൾ 14/70 എന്ന് വരും. അത് x/70 ആണ് ക്വസ്റ്റ്യനിലേക്ക് വേണം. സോ എക്സിൻ്റെ വാല്യൂ 14 ആയിട്ട് കിട്ടും. അത്രേ ഉള്ളൂ. ഇനി ഈ ക്വസ്റ്റ്യനാണ് നല്ലൊരു ക്വസ്റ്റ്യൻ. ഇതൊരു ശരിക്കും നല്ലൊരു ലെവൽ ജെ അഡ്വാൻസ് ലെവലിലേക്ക് വരുന്നത്. കാരണം ഇതിൻ്റെ വേർഡ്സിലാണ്. ഈ ക്വസ്റ്റ്യൻ ശരിക്കും എപ്പോഴും ക്രാക്ക് ആവും എന്ന് പറയുന്നത് വെച്ചാൽ ഈ കൈ എ കിട്ടുമ്പോഴാണ് ക്രാക്ക് ആവുക ക്വസ്റ്റ്യന്. ഇവർ പറയുന്നത് വെച്ചാൽ ഒരു സൊല്യൂഷൻ ഉണ്ട് ഇനീഷ്യലി. ശരി, അങ്ങനെ ആ സൊല്യൂഷൻ എങ്ങനെ ഉണ്ടായിട്ടുള്ളത്? ഡെഫിനറ്റ്ലി എയും ബിയും ഒരുമിച്ച് മിക്സ് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന ഒരു സൊല്യൂഷനാണ് ഈ പറഞ്ഞ സൊല്യൂഷന്. അതിനകത്തുള്ള അവർ ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. എന്താണ് പി എ നോട്ട്, അത് തന്നിട്ടില്ല കേട്ടോ, ഇതൊന്നും തന്നിട്ടില്ല, നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അതേപോലെ തന്നെ എന്ത് പി നോട്ട് ബി ഉണ്ട്. പിന്നെന്താ പറയുക തന്നിട്ടില്ലേ? പിന്നെ കൈ എ, ഇതിൻ്റെ വേരിയബിൾസ് മാത്രം, ഇതിൻ്റെ വാല്യൂസ് എനിക്ക് കണ്ടെത്താനാണ് പറയുന്നത്. ഫൈൻ. എന്നിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നത്, ദ അബോവ് സൊല്യൂഷൻ ഈസ് ഡിസ്റ്റിൽഡ് വിത്തൗട്ട് റിഫ്ലെക്സ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഡെഫിനറ്റ്ലി വേപ്പർ പ്രഷർ ഉണ്ട് എന്ന കാര്യം അറിയാം. ഓക്കെ, ഈ സൊല്യൂഷൻ ഞാൻ ഇങ്ങനെ 2 സൊല്യൂഷൻസ് ആദ്യം വരക്കുന്ന നോക്കിക്കോ. ഓക്കെ, ഈ സൊല്യൂഷൻസിൽ ഡെഫിനറ്റ്ലി വേപ്പർ പ്രഷർസ് ഉണ്ടാവും. ആ വേപ്പേഴ്സ് ഉണ്ടാവും. ആ വേപ്പേഴ്സ് നമ്മൾ മറ്റൊരു സൊല്യൂഷനിലേക്ക് മാറ്റും. അന്നേരം എന്താ സംഭവിക്കാൻ? ഈ വേപ്പേഴ്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ സൊല്യൂഷനിലുള്ള ലിക്വിഡ് ഫേസസ് വീണ്ടും വേപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ബിക്കോസ് ഇക്വലിബ്രിയം അറ്റൈൻ ചെയ്യണം. അങ്ങനെ വീണ്ടും വേപ്പേഴ്സ് ഒക്കെ ഇങ്ങനെ നമ്മൾ അപ്പുറം ഈ ഒരു ബോട്ടിലും കൊടുത്ത് ഈ ബോട്ടിലും കൊടുത്ത സമയത്ത് നമുക്ക് മനസ്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സൊല്യൂഷനിലുള്ള മോൾസ്, അത് ഞാൻ തൽക്കാലം വിളിക്കുകയാണ് നമ്പർ ഓഫ് മോൾസ് ഇൻ ദ എൻറ്റയർ സൊല്യൂഷൻ. ടോട്ടൽ മോൾസാണ് ഞാൻ പറയുന്നത്, അതിന് n എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സൊല്യൂഷനിലുള്ള ലിക്വിഡ്സിൻ്റെ 3 ഭാഗവും, ദാറ്റ് മീൻസ് 3/4 പാർട്ട് ഞാൻ ഈ പറഞ്ഞ ബോട്ടിലിൽ ഇടുകയും ബാക്കിയുള്ള 1/4 പാർട്ട് ഈ പറഞ്ഞ ബോട്ടിലേക്ക് ആഡ് ചെയ്യുന്ന പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 3n/4. ഇവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്ര? n/4. രണ്ടും കൂട്ടിയിട്ട് ഇവിടെ n ആവുന്നുണ്ട്. കറക്റ്റാണ്, അങ്ങനെയാണ് നടക്കുന്നത്. ഇനി നമ്മളോട് എന്താണ് അടുത്ത ഇൻഫോർമേഷൻ തന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ദ കമ്പോസിഷൻ ഓഫ് ദി കണ്ടൻസേറ്റ് ഈസ് XA- എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടൻസേറ്റിൻ്റെത് എന്താണ്? ഈ പറഞ്ഞ ഇവിടെ എയുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എയുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ് പറയുന്നത് വെച്ചാൽ 0.75 എന്നാണ് പറയുന്നത്. ഓക്കെ, മോൾ ഫ്രാക്ഷൻ എങ്ങനെ കണ്ടെത്താൻ? മോൾസ് ഓഫ് എ അതെനിക്കറിയാവോ? ഇല്ല, മോൾസ് ഓഫ് എ അറിഞ്ഞൂടാ. ഹോൾ ഡിവൈഡഡ് ബൈ മോൾസ് ഓഫ് എ ഹോൾ ഡിവൈഡ് ബൈ ടോട്ടൽ മോൾസ്, ദാറ്റ് ഈസ് 3n/4 നമ്മളിപ്പോൾ ഓൾറെഡി വേരിയബിൾ വൈസിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇവിടെയുള്ള മോൾസ് ഓഫ് എ എത്രയാണ്? സ്വാഭാവികമായിട്ടും മോൾസ് ഓഫ് എ ഇവിടെയുള്ള ഈ പറഞ്ഞ ഡിസ്റ്റിൽഡ് സൊല്യൂഷൻ്റെ ഉള്ളിലുള്ള മോൾസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0.75 ഇൻറ്റു 3n/4 എന്നായിരിക്കുമല്ലോ ആണ്. സിമിലർലി ഇവിടെയുള്ള മോൾസ് ഓഫ് എ എത്രയാണ്?
ഇവിടെ നമുക്ക് കയ്യെ തന്നിട്ടുണ്ട്, ഇവിടെ ഈ ഒരു ഇതിലുള്ള റെസിഡ്യൂവിലുള്ള കയ്യെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 0.3. ഇയാൾ റെസിഡ്യൂ എന്ന് വിളിക്കുക, ഇയാളാണ് ഡിസ്റ്റൽഡ് സൊല്യൂഷൻ. സോ അങ്ങനെ ആകുമ്പോൾ അവിടെയും മോൾസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആ ഒരു അവർ തന്നിട്ടുള്ള വാല്യൂ 0.3, ആ 0.3 നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യുക, n/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, കിട്ടി. ഇനി നമ്മൾ എന്താ കണ്ടെത്താൻ പോകുന്നത്, ഇനി എക്സ് എ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ടുള്ള സൊല്യൂഷനിലുള്ള എയുടെ ലിക്വിഡ് ഫേസിലുള്ള കമ്പോസിഷൻ അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ കണ്ടെത്തുക. ദാറ്റ് മീൻസ് മോൾസ് ഓഫ് എ, ടോട്ടൽ മോൾസ് ഓഫ് എ എത്രയാണ്, മോൾസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മോൾസ് ഓഫ് എ പ്ലസ് ഇവിടെയുള്ള മോൾസ് ഓഫ് എ, ദാറ്റ് മീൻസ് 0.75 3n/5 അല്ലേ, 3n/4 പ്ലസ് 0.3 n/4 ഹോൾ ഡിവൈഡ് ബൈ ടോട്ടൽ മോൾസ് നമ്മൾ n എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് n ക്യാൻസലായി, പിന്നെന്താ വരുന്നത് ബാക്കി. അങ്ങനെ നമുക്ക് ഇവിടുന്ന് സ്വാഭാവികമായിട്ടും മോൾ ഫ്രാക്ഷൻസ് കണ്ടെത്താൻ പറ്റും. ഇവിടുന്ന് മോൾ ഫ്രാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ P0 കണ്ടെത്താൻ പറ്റുക. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻറ്റ് ദിസ് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടിട്ട് ഇവിടെ 700 ഇവിടെ ടോട്ടൽ പ്രഷർ തന്നിട്ടുണ്ട്. ഞാൻ പറയാം P0 എ ഇൻറ്റു കൈ എ, അതിൻ്റെ വാല്യൂ അറിയാം, പ്ലസ് P0 ബി ഇൻറ്റു 1 മൈനസ് കൈ എ. ഓക്കെ, തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ആ ഇൻഫോർമേഷൻ തന്നിട്ട് പോരായിട്ട് 600 ഏതാണ് റെസിഡ്യൂല് വേപ്പർ പ്രഷർ ഓഫ് ദി റെസിഡ്യൂലുള്ള വേപ്പർ പ്രഷർ 600, ദാറ്റ് ഈസ് ഈക്വൽ ടു P0 എ ഇൻറ്റു റെസിഡ്യൂലുള്ള മോൾ ഫ്രാക്ഷൻ എത്രയാണ് അത് തന്നിട്ടുണ്ടോ, തന്നിട്ടുണ്ട് 0.3 പ്ലസ് P0 ബി ഇൻറ്റു 0.7 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് സൊല്യൂഷൻസ് P0 എ P0 ബി കണ്ടെത്താൻ പറ്റും, വളരെ സിമ്പിൾ. ഇതാണ് മെത്തേഡ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അടുത്ത നമ്മൾ കേസ് ഓഫ് ഇവാപ്പറേഷൻ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചാൽ ഇവിടെ നമുക്കൊരു ലിക്വിഡ് സൊല്യൂഷൻ ആയിട്ട് എയും ബിയും മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഗിവൺ ആയിട്ടുള്ള ഇൻഫോർമേഷൻ, ഇതൊരു ക്വസ്റ്റ്യൻ്റെ ഒരു കേസാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് വെച്ചാൽ പ്യൂർ സ്റ്റേറ്റിലുള്ള എയുടെയും ബിയുടെയും വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്, പോരായിട്ട് എയുടെ ലിക്വിഡ് ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ കൂടി തന്നിട്ടുണ്ട്. ഫൈൻ. എന്നിട്ട് ഇവിടെ നമ്മളൊരു ഒരു പിസ്റ്റണോ ലിഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെ ലിഡ് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വേപ്പേഴ്സ് ഒന്നും പുറത്തോട്ടേക്ക് വരില്ല, കാരണം ഇവിടെ ഒരു തടസ്സമുണ്ട്. ഇപ്പോൾ വേപ്പർ പ്രഷർ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ലിഡ് തുറന്ന് വളരെ കുറച്ച് മാത്രമേ ലിഡ് തുറക്കുന്നുള്ളൂ കേട്ടോ. ഒരൊറ്റ ഡ്രോപ്പ് വേപ്പർ പ്രഷർ മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ ഞാനൊരു ലിഡ് തുറക്കുന്നുള്ളൂ, ജസ്റ്റ് ചെറുതായിട്ട് ലിഡ് അല്ലെങ്കിൽ ഈ പിസ്റ്റൺ കുറച്ച് തുറക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഡ്രോപ്പ് മാത്രം, 1 ഡ്രോപ്പ് മാത്രമേ ക്രിയേറ്റ് ആവുന്നുള്ളൂ എന്നുള്ള വിചാരിക്കുക. ഓക്കെ, ആ ഒരു കേസ് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ ഇവിടെ ഒരു ഡ്രോപ്പ് മാത്രം ക്രിയേറ്റ് ആവും. ശരി, ഇനി ഞാൻ കുറച്ചും കൂടി അധികം തുറക്കും, ലിഡ് മെല്ലെ അധികം തുറക്കും. കാരണം വെച്ചാൽ ലിഡ് അധികം തുറക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഇവിടെ ഉണ്ടാവുന്ന ലിക്വിഡ് ഫേസസ് അധികം വേപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യണം, സാച്ചുറേറ്റ് ആവണം, എന്നാലേ കോൺസ്റ്റന്റ് വേപ്പർ പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അധികം ലിക്വിഡ് അല്ല ഈ പറഞ്ഞ ലിഡ് തുറക്കുന്നതിനനുസരിച്ച് കൂടുതൽ വേപ്പേഴ്സ് ഇവാപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ലാസ്റ്റ് ആകെ ഒരു ഡ്രോപ്പ് വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം വേപ്പർ ഫേസിൽ ഇവാപ്പറേറ്റ് ആയിട്ട് പോയിട്ടുണ്ട്, എല്ലാം വേപ്പർ ഫേസിൽ. അത് ആകെ ഒറ്റൊരു ഡ്രോപ്പ് മാത്രമേ ലിക്വിഡ് ഫേസിലുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ലാസ്റ്റ് ആ ഒരു കേസ് നോക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒന്നും കൂടി ജസ്റ്റ് തുറക്കുമ്പോഴത്തേക്ക് ആ ഒരു ലിക്വിഡ് ആ ഒരു ഡ്രോപ്പും കൂടി കംപ്ലീറ്റ് എല്ലാ വേപ്പറായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കേസ് ഓഫ് ഇവാപ്പറേഷൻ. ഇനി ഇതിനെങ്ങനെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് രീതി എങ്ങനെ നോക്കാം. സോ ഫൈൻഡ് ഔട്ട് ദി വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ വെൻ ദി ഫസ്റ്റ് ഡ്രോപ്ലെറ്റ് ഓഫ് ദി വേപ്പർ ഫോംഡ്. അപ്പോൾ അവിടെ ആ സമയത്ത് ഉണ്ടാവും നമുക്കൊരു വേപ്പർ പ്രഷർ നടത്താൻ P total is equal to P0 into chi A പ്ലസ് ഈക്വേഷൻ ആണ് അല്ലെ, P0 into chi A into P0 into chi B. ഓക്കെ, ശരി. അപ്പോൾ ഒരു ഡ്രോപ്പ് ഇവിടെ ലിക്വിഡിൽ ഒരു ഡ്രോപ്പ് ഇവാപ്പറേറ്റ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നേരത്തെ ഉണ്ടായ കൈയും ഇപ്പോൾ ഉണ്ടായ കൈയും ശരിക്കും കറക്റ്റാണോ ഇല്ലയോ? ശരിക്കും കറക്റ്റ് ആയിരിക്കില്ല, കാരണം ചെറിയൊരു നമ്പർ ഓഫ് മോൾസ് ഓഫ് എക്ക് വ്യത്യാസം ഉണ്ടാവും, ചെറിയൊരു നമ്പർ ഓഫ് മോൾസ് ഓഫ് ബിക്ക് വ്യത്യാസം ഉണ്ടാവും, വളരെ ചെറുതാണ്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഒറ്റ ഡ്രോപ്പ് അല്ല. അപ്പോൾ ഒറ്റ ഡ്രോപ്പ് ആയതുകൊണ്ട് തന്നെ അത് ഏകദേശം കറക്റ്റ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന കൈ തന്നെ നമുക്ക് ഇവിടെയുള്ള കൈയായിട്ട് എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ ടോട്ടൽ വേപ്പർ പ്രഷർ എൻ്റെ ഫസ്റ്റ് ഡ്രോപ്പിൻ്റെ കേസ് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, കൈ എന്നിട്ട് ഇതെല്ലാം തന്നിട്ട് സിമ്പിളായിട്ട് കണ്ടെത്താം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആൻഡ് ബി ഇൻ ദി ഫസ്റ്റ് ഡ്രോപ്ലെറ്റ് ഫോംഡ്. അതാണ് ചോദ്യം. ഫസ്റ്റ് ഡ്രോപ്ലെറ്റ് ഫോംഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഡ്രോപ്പ് ഉണ്ടല്ലോ, ആ ഡ്രോപ്പിൻ്റെ എയുടെ കമ്പോസിഷനാണ് ചോദിക്കുന്നത്. അതെങ്ങനെ കണ്ടെത്താൻ? ഇതിപ്പം വേപ്പർ ഫേസിലല്ല ഉള്ളത്. ഇപ്പം എന്ന് വെച്ചാൽ YAയും YBയും കണ്ടെത്തുന്ന പോലെ തന്നെയല്ലേ. YA കണ്ടെത്തണമെങ്കിൽ എന്താണ് പരിപാടി? P0 into A into chi A ഗിവൺ ആണ്, ഡിവൈഡ് ബൈ P0 into A into chi A പ്ലസ് P0 into B into chi B. ഇതാണ് ടോട്ടൽ വേപ്പർ പ്രഷർ. ഉത്തരം കിട്ടും, വളരെ സിമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി കമ്പോസിഷൻ ഓഫ് ദി ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ദി ലിക്വിഡ് റിമൈൻഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ എല്ലാം വേപ്പറായി ലാസ്റ്റ് ഒരു ഡ്രോപ്പ് ലിക്വിഡ് മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ എന്നുള്ള കേസിൽ ഈ പറഞ്ഞ ലിക്വിഡിലുള്ള കമ്പോസിഷൻ, ദാറ്റ് മീൻസ് ഈ പറഞ്ഞ ലിക്വിഡിൻ്റെ കൈ എയും കൈ എ കിട്ടിയാൽ സ്വാഭാവികമായിട്ടും കൈ ബിയും കിട്ടിയ പോലെ തന്നെ അതാണ് കണ്ടെത്താൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്ക്,
ഇവിടെ ഉണ്ടായ ഈ ലിക്വിഡ്സ് അല്ലെങ്കിൽ പോട്ടെ ഇവിടെ ഉണ്ടായ ഈ ലിക്വിഡാണ് കംപ്ലീറ്റ് ഇവാപ്പറേറ്റ് ആയിട്ട് എന്തായിട്ട് മാറിയിട്ടുള്ളത്, ഈ പറഞ്ഞ ഗ്യാസസ് ഫോമിലേക്ക് മാറിയിട്ടുള്ളത്. ഓക്കെ ശരി. അപ്പോൾ നമ്മൾ ശരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ കണക്ക് പ്രകാരം കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലിക്വിഡ്സും കംപ്ലീറ്റ് ഗ്യാസായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇല്ല, കാരണം ഒരു ഡ്രോപ്പ് ബാക്കിയുണ്ട്. പക്ഷെ നമ്മൾ റിയലിസ്റ്റിക് ആയ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പല്ലേ ബാക്കിയുള്ളൂ. പക്ഷെ അതിനൊന്ന് നെഗ്ലക്റ്റ് ചെയ്ത് കൊടുക്കും തൽക്കാലത്തേക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ലിക്വിഡും എന്തായിട്ട് മാറിയിട്ടുണ്ട്, കംപ്ലീറ്റ് വേപ്പറായിട്ട് മാറിയിട്ടെന്ന് പറയാം, ഒരു ഡ്രോപ്പ് ഒഴികെ. പക്ഷെ അത് നമ്മളങ്ങോട്ട് നെഗ്ലക്റ്റ് ചെയ്യണം, ആ ഒരു ഡ്രോപ്പ് ഉള്ള കേസ്. അങ്ങനെയാവുന്ന സമയത്ത് ഇവിടെയുള്ള കയ്യെ അതെന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുത്തെ വയ്യേ അല്ലേ, കാരണം ഇത് വേപ്പർ ഫേസിലാണുള്ളത്. അതേപോലെ ഇവിടെ ഉണ്ടാകുന്ന കൈ ബി അത് ഇവിടുത്തെ എന്താ ഉണ്ടാവുക, സ്വാഭാവികമായിട്ടും വൈ ബി ഉണ്ടാവും, കാരണം ഇത് വേപ്പർ ഫേസിലാണുള്ളത്. കറക്റ്റ് അല്ലേ, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ, ശരിയാണ്. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് നമ്മളോട് ചോദിച്ചാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദി കമ്പോസിഷൻ ഓഫ് ദി ലാസ്റ്റ് ഡ്രോപ്പ് ഇൻ ദി ലിക്വിഡ് ഫേസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈ എയുടെ വാല്യൂ അറിയാം. അതെന്തെന്നാ, അത് നേരത്തെ ലിക്വിഡ് ഫേസിൽ ഉണ്ടാകുന്ന കൈയുടെ വാല്യൂ ഇറ്റ് ഈസ് നോൺ. സോ വൈ എയുടെ ഇക്വേഷൻ എന്താ, പി നോട്ട് ഇൻറ്റു എ ഇൻറ്റു കൈ എ ഡിവൈഡ് ബൈ പി നോട്ട് ഇൻറ്റു ബി ഇൻറ്റു കൈ എ ഇൻറ്റു കൈ എ പ്ലസ് പി നോട്ട് ഇൻറ്റു ബി ഇൻറ്റു 1 മൈനസ് കൈ എ, റൈറ്റ്, കാരണം എല്ലാം കൈയുടെ ടേംസിൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഇതറിയാം ബി അറിയാം, കൈ അറിഞ്ഞുകൂടാ, അതാണ് കണ്ടെത്താൻ പറയുന്നത്. ആ കൈ എന്തിൻ്റെയാണ് അതെന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആണ്, ആ ഒരു ഡ്രോപ്പ് ലിക്വിഡിൻ്റെ. പിന്നെ വൈ എ അറിയാം, ആ വൈ എ എന്തെന്നാ നേരത്തെ എന്താണ് കൈ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണ് സ്ഥിതിക്ക് നമുക്ക് ഇവിടുന്ന് നോർമലായിട്ട് കൈയെ കണ്ടെത്താൻ നിൽക്കുക. ബിക്കോസ് ആകെ ഒരു അൺനോൺ ആയിട്ടുള്ളത് കൈയെ മാത്രം, അത് കണ്ടെത്താൻ കൈ കിട്ടിക്കഴിഞ്ഞാൽ കൈ ബിയും കിട്ടും. ദാറ്റ് മീൻസ് ആ സിംഗിൾ ഡ്രോപ്പിൽ ഉണ്ടാകുന്ന എയുടെയും ബിയുടെയും മോൾ ഫ്രാക്ഷൻ കിട്ടാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദി ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ലിക്വിഡ് റിമൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡ്രോപ്പ് ഇൻ ലിക്വിഡിൻ്റെ നമുക്ക് ആ ലിക്വിഡ് ഡ്രോപ്പിൻ്റെ ഉള്ളിലുള്ള മോൾ ഫ്രാക്ഷൻസ് എയും കൈ ബിയും നമ്മൾ ഇപ്പം പറഞ്ഞ മെത്തേഡുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെന്താ നമ്മൾ നോർമൽ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ പോലെ അല്ലേ, പി ടോട്ടലിൻ്റെ റൗൾസ് ലോ ആണ് ചോദിച്ചിട്ടുള്ള ഉത്തരം. അതാണ് പരിപാടി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ 4 ക്വസ്റ്റ്യൻസ് ആണ്. പ്രഷർ അറ്റ് വിച്ച് ദി ഫസ്റ്റ് ബബിൾ ദാറ്റ് മീൻസ് ഫസ്റ്റ് ഡ്രോപ്പ്ലെറ്റ് ഫോം ആവുന്ന ഡ്രോപ്പ്ലെറ്റ് അല്ല ഫസ്റ്റ് വേപ്പർ ഫോം ആവുന്ന സമയത്ത്. സോ ഫസ്റ്റ് വേപ്പർ ഫോം ആവുമ്പോൾ നമ്മൾ പറയും പി ടോട്ടൽ ഇസ് ഈക്വൽ ടു പി നോട്ട് ഇൻറ്റു കൈ തന്നിട്ടുണ്ട്, കൈ ബി തന്നിട്ടുണ്ടോ, കൈ ബി പോരെ, പിന്നെന്താ പി നോട്ട് ബി തന്നിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ദ കമ്പോസിഷൻ ഓഫ് ദി വേപ്പർ ഇൻ ദിസ് ബബിൾ അതെന്താണ് നമ്മൾ നോർമലായിട്ട് വൈയും വൈ ബിയും കണ്ടെത്തുന്ന പോലെ തന്നെ. ഇനി കമ്പോസിഷൻ ഓഫ് ദി ലാസ്റ്റ് ഡ്രോപ്പ്ലെറ്റ് ചോദിക്കുന്നത്, ലാസ്റ്റ് ഡ്രോപ്പ്ലെറ്റിൻ്റെ കമ്പോസിഷൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ്, ലാസ്റ്റ് എല്ലാം ഇവാപ്പറേറ്റ് പോയി ലാസ്റ്റ് ഡ്രോപ്പ്ലെറ്റ് മാത്രം പോയി ബാക്കി വന്ന്. അപ്പോൾ നമ്മൾ പറയണം ഇനീഷ്യലായിട്ടുള്ള കൈയെ അതെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം വൈ ആയിട്ടാണ് വരുന്നത്. അതേപോലെ ഇനീഷ്യലായിട്ടുള്ള കൈ ബി ഇപ്രാവശ്യം അതിനകത്തുള്ള ആ ഒരു സിലിണ്ടർ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു കണ്ടെയ്നറിലുള്ള വൈ ബി ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് വൈയും വൈ ബിയും നോണാണ്, അത് ഉപയോഗിച്ചിട്ട് സുഖമായിട്ട് കൈയും കൈ ബിയും കിട്ടാൻ പറ്റും. അതേപോലെ അതിൻ്റെ പ്രഷർ കണ്ടെത്തണമെങ്കിൽ ഇപ്പോൾ നമുക്ക് കൈയും കൈ ബിയും കിട്ടി, വൈ ബി നോൺ വെച്ചിട്ട് കിട്ടിയ കൈയും കൈ ബിയിൽ നിന്ന് ട്രാവൽ ഫ്ലോൻ്റെ പി ടോട്ടൽ അപ്ലൈ ചെയ്താൽ ടോട്ടൽ പ്രഷറും കൂടി കിട്ടും. ഇതാണ് മെത്തേഡ്. ഓക്കെ, ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് പരിപാടിയാണ് കേസ് ഓഫ് കണ്ടൻസേഷൻ. എന്താ നമുക്ക് കേസ് ഓഫ് കണ്ടൻസേഷൻ നേരെ ഓപ്പോസിറ്റ് പരിപാടി. അത് നമ്മുടെ അടുത്ത് ഒരു കംപ്ലീറ്റ് മിക്സ്ചർ ഉണ്ട്, പക്ഷേ ഈ മിക്സ്ചർ കംപ്ലീറ്റ് വേപ്പർ ഫേസിലാണ് എയുടെയും ബിയുടെയും. ഓക്കെ, ഇവിടെ തന്നിട്ട് ഇനീഷ്യൽ ഇൻഫോർമേഷൻസ് എന്താണ്, പ്യൂർ സ്റ്റേറ്റിലുള്ള എയുടെയും ബിയുടെയും വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻ ദി വേപ്പർ ഫേസ്, അപ്പോൾ അതിന് വൈ എ നമ്മൾ വിളിക്കും. ശരി, നമ്മൾ മെല്ലെ ലിഡ് ക്ലോസ് ചെയ്യാൻ തുടങ്ങും. കുറച്ചൊന്ന് ലിഡ് ക്ലോസ് ചെയ്യാം. കുറച്ച് ലിഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഡ്രോപ്പ് ഫോം ആവും. എന്ത് ഡ്രോപ്പ്, ലിക്വിഡിൻ്റെ ഡ്രോപ്പ് ഫോം ആവും. അങ്ങനെ ഞാൻ ഇനി താത്തി കൊണ്ടുപോകും ആ ലിഡിനെ താത്തി കൊണ്ടുപോകുന്ന സമയത്ത് കൂടുതൽ ഗ്യാസസ് എന്താവും, കണ്ടൻസ് ആയിട്ട് കൂടുതൽ ലിക്വിഡ്സ് ഫോം ആവും. അങ്ങനെ ലാസ്റ്റ് ഒരൊറ്റ ഗ്യാസ് പാർട്ടിക്കിൾ, ഇതെന്താ ലാസ്റ്റ് ഗ്യാസ് പാർട്ടിക്കിളാണ്. ഗ്യാസ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വേപ്പർ പാർട്ടിക്കിൾ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. സോ ലാസ്റ്റ് വേപ്പർ പാർട്ടിക്കിൾ മാത്രം ബാക്കി വെക്കും. പിന്നെ ഞാൻ ലിഡ് ക്ലോസ് ആവുന്ന സമയത്ത് എല്ലാം കണ്ടൻസ് ആയിട്ട് ലിക്വിഡായി മാറും. ഇതാണ് കണ്ടൻസേഷൻ. ഇനി ഇവിടെ നിന്നുള്ള ടൈപ്പ് ഓഫ് ന്യൂമറിക്കൽസ് എന്താ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദി കമ്പോസിഷൻ ഓഫ് ദി ഫസ്റ്റ് ഡ്രോപ്പ് ഓഫ് ലിക്വിഡ് ഫോംഡ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഡ്രോപ്പ് നമുക്കൊരു കാര്യം അറിയാം, ഇവിടെ ഉണ്ടാകുന്ന ഇവിടെയുള്ള വൈ തന്നെയായിരിക്കും ഇവിടെയുള്ള വൈ സ്വാഭാവികമായിട്ടും. കാരണം വെച്ചാൽ ഒരു ഡ്രോപ്പ് ഒന്ന് കണ്ടൻസ് ആയിട്ട് ലിക്വിഡ് മാറിയെന്ന് വെച്ച് ആ ഒരു വൈക്ക് വലിയ വ്യത്യാസം വരില്ല, കാരണം ഒറ്റ ഡ്രോപ്പിലേ മാറിയിട്ടുള്ളൂ. അപ്പോൾ വൈ എ ഈസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ അറിയാം എന്താണ്, പി എ ഡിവൈഡ് ബൈ പി ടോട്ടൽ. ഓക്കെ, പി എന്ന് പറഞ്ഞാൽ പി നോട്ട് ഇൻറ്റു എ കൈ എ. അങ്ങനെ നമുക്ക് ആ കൈ എയുടെ വാല്യൂസ് സുഖമായിട്ട് കണ്ടെത്താൻ പറ്റും. ബിക്കോസ് ദിസ് ഇസ് കൈ ബി നമുക്ക് 1 മൈനസ് കൈ എഴുതാം. ബിക്കോസ് ഒരു ഇക്വേഷൻ ഒരു ടേംസിലേക്ക് മാറ്റാം. പിന്നെ ഇത് നോട്ട് ഇത് നോൺ ആണ്. അപ്പോൾ വെച്ചിട്ട് കൈ ബി കണ്ടെത്താൻ പറ്റും. ശരി, ഫൈൻഡ് ഔട്ട് വേപ്പർ പ്രഷർ ഓഫ് ദി ഫസ്റ്റ് ഡ്രോപ്പ്. ആ ഡ്രോപ്പിൻ്റെ കൈയും കൈ ബി കിട്ടിയിട്ട് പിന്നെ പി ടോട്ടൽ ട്രാവൽസ് ആണ് അവിടെ ചോദിച്ചിട്ടുള്ള ഇക്വേഷൻ അപ്ലൈ ആഡൺ. അടുത്ത ക്വസ്റ്റ്യൻ വേപ്പർ പ്രഷർ ഓഫ് ദി ലിക്വിഡ് വെൻ ദി ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് വേപ്പർ റിമൈൻഡ് എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡ്രോപ്പ്
റിമൈൻ ചെയ്യുന്ന സമയത്ത് അപ്പോഴുണ്ടാവുന്ന വേപ്പർ പ്രഷറാണ് ചോദ്യം. ശരി, അങ്ങനെ ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി വേപ്പർ പ്രഷറിൽ നമുക്ക് എന്താ വേണ്ടത്? സൊല്യൂഷൻ്റെ ലിക്വിഡ് ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻസ് വേണ്ടത്, അല്ലാണ്ട് വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയാകുമ്പോൾ ഈ ചങ്ങായിൻ്റെ ലിക്വിഡ് ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ XA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാൻ പറ്റും. ഇവിടെ ഉണ്ടായ ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് തന്നെയല്ലേ സ്വാഭാവികമായിട്ടും കണ്ടൻസ് ആയിട്ട് ഇവിടെ ലിക്വിഡ് ഉണ്ടായത്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന YA എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ ഉണ്ടാകുന്ന XAക്ക് ഈക്വൽ. അതേപോലെ XB എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ ഉണ്ടായ ആ YBക്ക് ഈക്വലാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഞാൻ XAയും XAയുടെയും XBയുടെയും സ്ഥാനത്ത് YAയും YBയും കൊടുത്തിട്ട് ഉത്തരം കണ്ടെത്തും. അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കറക്റ്റ് സാർ, അതാ കൊടുത്തിട്ട് ഉത്തരം കണ്ടെത്തും. ശരി, ഇനി ഫൈൻഡ് ഔട്ട് ദി കമ്പോസിഷൻ ഓഫ് ദി ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് വേപ്പർ ലെഫ്റ്റ്. ഓക്കെ, ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് വേപ്പർ ലെഫ്റ്റിൻ്റെ നമുക്ക് പി ടോട്ടൽ കിട്ടി. ഇനി എന്താ നോർമലായിട്ട് YA, ആ ലാസ്റ്റ് ഡ്രോപ്പിൻ്റെ YA, അതാണ് വേപ്പർ ഫേസ് ഉള്ളത്. സോ YA ഈസ് ഈക്വൽ ടു നമുക്ക് കൈയുടെയും കൈബിയുടെയും ഇൻഫോർമേഷൻസ് അറിയാം. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം കൈയും കൈബി നമ്മൾ YAയും YB ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് ചെയ്തതിൻ്റെ സുഖമായിട്ട് വേപ്പർ ഫേസിലുള്ള ആ YA ഈസ് ഈക്വൽ ടു PA ഡിവൈഡ് ബൈ P ടോട്ടൽ അപ്ലൈ ചെയ്യും. അതും ഉത്തരം കിട്ടും. വളരെ സിമ്പിളാണ്. ഓക്കെ.